ഹലോ, മഴയത്ത് വിശപ്പ് കൂടുതലാണല്ലോ. അങ്ങനെ നമ്മുടെ അടുത്ത ലൊക്കാലിറ്റിയിൽ ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്തു എന്നറിഞ്ഞു. എന്നാൽ പിന്നെ അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. നല്ല പേരും മഴയായിരുന്നു. ഈ ഗ്യാസ് കണക്ഷൻ്റെ കുഴിയെടുത്ത ശേഷം റോഡിലെല്ലാം തന്നെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കമാണ്. പോരാത്തതിന് ഇടയ്ക്കിടയ്ക്കുള്ള റോഡ് പണിയും. ജനങ്ങൾ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. റോഡ് ഏത് കുഴി ഏതെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. ഉള്ളൂർ ക്രെഡൻസ് ഹോസ്പിറ്റലൊക്കെ വെള്ളം കയറി. എന്തായാലും നല്ല കാലാവസ്ഥ തന്നെ. അങ്ങനെ ഞങ്ങൾ നേരെ ഇറങ്ങി സ്പോട്ടിലെത്തി. കുഴിമന്തി കഴിക്കാനാണ് വന്നത്. ഈ സ്പോട്ട് ഭയങ്കര ഫേമസ് ആണ്. എന്നാൽ പിന്നെ അവിടെ തന്നെ കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. ഹായ്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കണ എൻ്റെ ഒരു കുട്ടി സബ്സ്ക്രൈബറാണ് എൻ്റെ കൂടെ ഉള്ളത്. അങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് എൻ്റെ സെയിം ലൊക്കാലിറ്റിയിലുള്ള ആളാണ്. ഇതാണ് ആൾ. പേര് പറഞ്ഞോട്. അമ്മൻ എന്നാണ് പേര്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എൻ്റെ കുട്ടി സബ്സ്ക്രൈബറിൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയല്ലോ എന്നുള്ളത്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിക്കുന്നത്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത ലൊക്കാലിറ്റിയിലും കൂടെ ആയതുകൊണ്ട് എനിക്ക് എളുപ്പമായി. എടാ, നിനക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? എനിക്ക് പാരകളുടെ ബിരിയാണി കൊണ്ട് കഴിച്ചിട്ട് തോന്നുന്നു. അപ്പോൾ നമുക്കിനി അവിടെ പ്ലാൻ ചെയ്യാം അടുത്ത വർഷം. അങ്ങനെ ആദ്യം തന്നെ സാലഡ് വന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്ത മന്തിയും വന്നു. മട്ടൻ മന്തിയും ഗ്രീൻ ചില്ലി അൽഫാം മന്തിയും നോർമൽ മന്തിയാണ് പറഞ്ഞത്. കണ്ടപ്പോൾ തന്നെ ഒരു നിറവൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ എങ്ങനെ കഴിക്കുമെന്ന് തോന്നും. എന്തായാലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. 4 സൈഡിൽ നിന്നും ആക്രമിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും. നോർമൽ ചിക്കൻ, ഇത് മട്ടൻ, 2 മട്ടൻ. അമ്മന് മട്ടൻ മന്തിയാണ് കൊടുത്തത്. നല്ല ആവി പറക്കണം മന്തി. നല്ല മണം ഉണ്ടായിരുന്നു, നല്ല നെയ്യിൻ്റെ മണം. ഞാനും മട്ടൻ മന്തി തന്നെ എടുത്തു. മട്ടൻ എടുത്തപ്പോഴത്തേക്ക് ചുറ്റുമുള്ള ആക്രോശങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ കേൾക്കായിരുന്നു. നാശത്തിലേക്കാണ് നിൻ്റെ പോക്കെന്നുള്ള. പിന്നെ മട്ടനെ പറ്റി പറയുകയാണെങ്കിൽ സ്ലോ കുക്ക് ചെയ്ത നല്ല സോഫ്റ്റ് മട്ടനായിരുന്നു. പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഉതിർന്ന് വരും. കൂടെ മയോണൈസും തക്കാളി ചട്നിയും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മയോണൈസ് ഒന്നും വേണ്ട ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ മട്ടൻ്റെ പീസും ആ റൈസും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോറിൽ ഏലയ്ക്ക കിട്ടുന്നത് അതൊരു വല്ലാത്തൊരു ഇതാണ്. എനിക്കത് ഏലയ്ക്ക അങ്ങനെ ഒരു ഫ്ലേവറിന് ഓക്കെയാണ്. പക്ഷേ അതിങ്ങനെ പെട്ടെന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കിട്ടുമ്പോഴത്തേക്കും ഒരു കയ്പ്പ് വരും. അത് മാത്രം ഒഴിച്ച് കഴിഞ്ഞാൽ മന്തി നല്ല കിടിലൻ മന്തിയായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയ തക്കാളി ചട്നി ഒഴിച്ച് അതും കൂടെ കുഴച്ച് കഴിച്ചു നോക്കി. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. കാരണം നേരത്തെ ഒരുപാടിടത്തുനിന്ന് ഈ മന്തിയുടെ കൂടെ ഈ ചട്നി കഴിച്ചിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇത് കൊള്ളായിരുന്നു കേട്ടോ. അവനും ഇഷ്ടപ്പെട്ടു. കഴിക്കുന്ന വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അവന് ചെറിയൊരു നാണമൊക്കെ വന്നു. പിന്നെ ഓക്കെ ആയി. അത് കഴിഞ്ഞ് ഞാൻ ഗ്രീൻ ചില്ലി അൽഫാം ട്രൈ ചെയ്ത് നോക്കി. അതും കൊള്ളായിരുന്നു. പിന്നെ എൻ്റെ മട്ടൻ നിന്ന് എല്ലിൻ്റെ മജ്ജയും കിട്ടി. മട്ടൻ്റെ മജ്ജ. റൈസ് അൺലിമിറ്റഡ് ആയിരുന്നു കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു. അവസാനം ഒരു ലൈം ജ്യൂസും കുടിച്ച് ഞങ്ങൾ മതിയാക്കി. സിറ്റിംഗ് സ്പേസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. താഴെ മുകളിലും എല്ലാം സ്പേസ് ഉണ്ടായിരുന്നു. മന്തി ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും വന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിഡിലൻ സ്പോട്ടാണ് കേട്ടോ.
ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ഉള്ളൂർ പുതിയതായിട്ട് തുടങ്ങിയ മന്തി മൻസിൽ. വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.